ഫസ്റ്റ് നമുക്ക് സ്കൈ ഡൈവ് ചെയ്യാം, പിന്നെ നമുക്ക് ബിൽഡിംഗ് ആക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്ത ഡേ ആണ്. ഡേ എന്നൊന്നുമില്ല, നമ്മൾ നേരെ രാവിലെ ആയിപ്പോൾ ഉച്ച ആയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ദുബായിലെ പകൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഉറക്കൊക്കെ ഒന്ന് ക്ലിയറായി വരാനുണ്ട്. അപ്പോൾ ഞാനും കാക്കി താത്തിയുണ്ട്, ഞങ്ങൾ 3 പേരും ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ദുബായ് ഫുൾ ഓൾ റൗണ്ടായിട്ട് നമ്മളിന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്കാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഫുഡൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡുണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്നൊക്കെ സെറ്റാക്കി കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് എന്താ പറയുക, നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയ കേട്ടോ. അധികം ഫാമിലീസൊക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നമ്മളും സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഫുള്ള് പാർക്കിംഗ് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഭാഗത്തേക്കാണ് പോകുന്നത്. അതാണ് ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത്, നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് വണ്ടിയാണ്. രാവിലെ അപ്പം എല്ലാവരും ജോലിക്ക് പോയി കാണും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മളെ ബ്ലാക്ക് കാറിനകത്തൊക്കെ കയറാം. പോലെ സനുഷൻ ഡ്രൈവർ സനുഷൻ റെഡി ആയിട്ടുണ്ട്. സ്പൾബർ സനുഷൻ റെഡി ആയിട്ടുണ്ട്. സ്കൈ ഡൈവ് ഫസ്റ്റ് നമുക്ക് സ്കൈ ഡൈവ് ചെയ്യാം, പിന്നെ നമുക്ക് ബിൽഡിംഗ് ആക്കാം. എടുത്തു ഇട്ടോ. എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. വിമാനങ്ങളൊക്കെ നിർത്തിയത് കാണാം. അപ്പോൾ നല്ല അടിപൊളി റോട്ടിൽ നമ്മളിതാ നേരെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദുബായ് സൈഡിലോട്ടാണ് പോകുന്നത്. ഇതാ അങ്ങ് ദൂരെ ബുർജ് ഖലീഫൊക്കെ കാണാം. ആ ഒരു ഏരിയ ഒക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഫുള്ള് മരുഭൂമി ആയ ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഫുള്ള് ഊറ്റൻ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ആയിട്ട് നല്ല കിഡിലനായിട്ട് സെറ്റാക്കി വെച്ചൊരു ഏരിയ ആണ്. ബുർജ് ഖലീഫ നമ്മളിതാ ദൂരെ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്തേക്ക് പോകുന്ന വീഡിയോ വരുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ പെട്രോൾ എത്തിക്കുന്ന ഒരു ലോറിയാണ്. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പാറ്റ പോകുന്ന പോലെയാണ് ഒക്കെ പോകുന്നത്. ഈ കാണുന്നത് ഒരു വലിയ ഒരു ഹോസ്പിറ്റലാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാക്ക നമുക്ക് പണ്ട് ഇവിടെ ദുബായിൽ ഫസ്റ്റ് വന്ന ടൈമിൽ നിന്ന സ്ഥലങ്ങളും വർക്ക് ചെയ്ത ഓഫീസുകളും ആ ഒരു ഏരിയയും സ്ഥലങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പോൾ നമ്മളിവിടുത്തെ സ്ഥലങ്ങളും ലൊക്കേഷനുകളും ഏരിയാസൊക്കെ നമ്മളിങ്ങനെ കണ്ട് ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് പോവുകയാണ്. റീലിലും വേറെ ആളുകളുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഓരോന്ന് കാണും. പക്ഷേ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ദുബായ് എന്താണെന്ന് കാണുന്നത്. നല്ല ചൂടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കിടിലൻ ഒരു ഡോഡ്ജും ഒരു ബെൻസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ കോമൺ ആണ്. ഇവരൊക്കെ ഇവിടെ വണ്ടികളൊക്കെ കണ്ട് ചടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മുടെ FM-ൻ്റെ ഒരു ഏരിയ കേട്ടോ. നല്ല ഫേമസ് ആയ ഒരുപാട് FM-ൻ്റെ സ്റ്റേഷനുകൾ വർക്ക് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണിത്. റൗണ്ട് ബോട്ടിലൂടെ കറങ്ങി തല ഇങ്ങനെ കറങ്ങിയൊരു മന്ദപ്പുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ നേരെ അടുത്ത ഏരിയയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഒരുപാട് ലൈറ്റിങ്ങിൻ്റെ സംഭവമൊക്കെ കണ്ട് നമ്മൾ നേരെ ഇങ്ങനെ പോവാട്ടോ. നല്ല പകലാണ്, നല്ല യഥാർത്ഥ വ്യൂ. ഇതേപോലത്തെ അടിയിലൂടെയൊക്കെ പോകുന്ന ഒരുപാട് ഏരിയാസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. മറ്റേ സിനിമയിലൊക്കെ ഉള്ള പോലെ നല്ല വൈബാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു അടിപൊളി റൈഡ് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്താ ഇപ്പം ലാസ്റ്റ് കാക്ക വർക്ക് ചെയ്ത ഒരു അടിപൊളി ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിനുള്ളിൽ കയറാം. ഏറ്റവും അവിടെ വർക്ക് ചെയ്ത പഴയ സ്ഥലങ്ങളും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരാണ്. അപ്പോൾ ഓരോരോ ഏരിയാസ്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കത്തുന്നില്ല. അപ്പോൾ ആദ്യം വർക്ക് ചെയ്ത ഒരു ഏരിയ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു 2 വർഷത്തോളം വർക്ക് ചെയ്ത ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. വീഡിയോ കോളൊക്കെ വിളിക്കുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണിച്ചു തരും. അപ്പോൾ അത് എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നേരിട്ട് കണ്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒരു കിഡിലൻ ഓഫീസാണ്.
അങ്ങനെ നമ്മൾ ഇവിടെ കണ്ട് ഇത് ചെറിയൊരു കഫേ ആട്ടോ, ഒരു കഫേയും കൂടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഒരു എത്തും പിടിയും ഇല്ല, ഫുള്ള് വണ്ടടിച്ചടക്കുകയാണ്, ഒന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മളിവിടുത്തെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കിൽ ബുർജ് ഖലീഫ കണ്ട്, അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ദുബായ് എന്താണെന്നിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് കാറിലേക്ക് കയറാം. നമുക്ക് അടുത്ത ഏരിയാസും സ്ഥലങ്ങളും ബിൽഡിങ്ങും ലൊക്കേഷനുകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് മുന്നോട്ട് പോകാം. നല്ല റോഡാട്ടോ, നല്ല അടിപൊളി ഡ്രൈവാണ്. നമ്മൾ 120 പോകുന്നത് നമ്മുടെ നാട്ടിൽ 40 പോകുന്നൊരു ഫീലാണ്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതാ ഐൻ വീലാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു ഐൻ വീൽ കാണാൻ വേണ്ടി പോവാണ്. അതേപോലെ കിടിലും പള്ളികളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഓരോ വണ്ടി ജസ്റ്റ് ഒന്ന് ലോക്കായി പോയി. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഹെൽപ്പ് വെച്ചിട്ട് അവരെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ചൂടത്ത് നിർത്തിയിട്ട് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഹെൽപ്പ് ബാറ്ററി കണക്ട് ചെയ്തിട്ട് സെറ്റാക്കാൻ വേണ്ടി പോവാണ് പോയി. ട്രാം പോകുന്നതാ നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. നല്ല രസം കിട്ടോ ഇങ്ങനെ പോകുന്നത് കാണാൻ. നമ്മൾ ആ വീല് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് പോവുകയാണ്. നല്ല ചൂടാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഫുള്ള് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. എന്തെല്ലൊക്കെ കാക്ക പ്ലാൻ ആക്കുന്നുണ്ട്, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളിതാ ഈ ചുട്ട് പൊള്ളണ ഈ ഒരു സ്ഥലത്ത് കൂടി നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ വീലില്ല നമ്മളെ ദുബായിത്തെ മെയിൻ സെറ്റപ്പായിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുകയാണ്. അടുത്തുള്ളത് ചെറിയൊരു ഷോപ്പ് കയറി നമുക്ക് എന്തെങ്കിലും തണുത്തിട്ട് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വാങ്ങാം. അപ്പോൾ നല്ലൊരു ഷോപ്പാട്ടോ, നല്ല അടിപൊളി എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കൂൾ ഡ്രിങ്ക്സ് വാങ്ങിയിട്ടുണ്ട്, അല്ലാണ്ട് സെറ്റാവില്ല ഗൂസ്. വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പ് കയറി. നൈസ് ഷോപ്പാണ് ഗൂസ്. നമ്മൾ തന്നെ സാധനം വാങ്ങി നമ്മൾ തന്നെ ബില്ലാക്കണം. കിട്ടിയ സിസ്റ്റം അപ്പോൾ അവിടെ ബില്ലാക്കുന്നുണ്ട്. നമ്മളെ വീല് കണ്ടിരിക്കുകയാണ്. ആ വീല് കാണാൻ വന്ന ലൊക്കേഷൻ സെറ്റ് ലൊക്കേഷൻ ആട്ടോ. നമുക്ക് ഇവിടുന്ന് താഴെ വണ്ടി കൊണ്ടൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മളെ വെയിൽ ഇത് അവിടെ ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. രക്ഷയില്ല, കിടിലൻ വെയിലാണ്. വേറത്തെ മിക്കവാറും കിണ്ടിയാകും ഗൂസ്. വെള്ളം വാങ്ങി, വെള്ളം കഴിഞ്ഞ് നല്ല കിടിലൻ ലൊക്കേഷനാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ല, നല്ല സെറ്റ് രീതിയിൽ അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ വീല് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ലൊക്കേഷനും നല്ല കിടിലൻ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ലൊക്കേഷനാണ്. നമ്മളിതാ ഫ്രണ്ട്സ് അങ്ങ് ഭാഗത്തുനിന്നാട്ടോ നടന്നുകൊണ്ട് വന്നിട്ടുള്ളത്. വണ്ടിയൊക്കെ ഏതോ ഉഗാണ്ടയിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതങ്ങനെ തെരാപ്പാരങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാർജറ്റ് നമ്മുടെ ജെയിൻ വീൽ. അവിടെ ഫുൾ സെറ്റാട്ടോ, ജെറ്റ് സ്കീയും ബോട്ടിങ്ങും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ആ ഭാഗത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ജുമൈര ബീച്ച് റെസിഡൻസ് JBR എന്നൊക്കെയാണ് ഈ ഒരു ലൊക്കേഷൻ്റെ പേര്. നല്ല അടിപൊളി ഏരിയ ആണ്. ഈ ഏരിയയിൽ ഒരുപാട് ടൂറിസ്റ്റും ബന്ധപ്പെട്ടിട്ട് ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ റൈഡേഴ്സും അതേപോലെ തന്നെ നല്ല സെറ്റ് ബീച്ചുമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. കൂടാതെ 40ന്റെ മുകളിലേക്ക് നമുക്ക് ബിൽഡിങ്സും വരുന്നുണ്ട്, റെസിഡൻസ് ആയിട്ടും അതേപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഈ ഒരു ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ദുബായ് ട്രാമിലേക്കും മെട്രോക്കൊക്കെ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. നമ്മുടെ വീലിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചെറിയൊരു ബീച്ച് സെറ്റപ്പ് ആട്ടോ. നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. നല്ല കിഡിലൻ വൈബാണ്, പ്രീമിയം സെറ്റപ്പ്. പക്ഷേ നല്ല വെയിലാണ്, വെയിലത്ത് കിടന്ന് ഉരുകുണ്ട്. അത് വേറൊരു പോയിൻ്റാണ്. ദുബായ് ആണല്ലോ, സ്വാഭാവികം. നമ്മൾ ഐൻ വീല് കണ്ടിരിക്കുകയാണ്. നല്ല കിഡിലൻ ലൊക്കേഷനാട്ടോ, ഒരു രക്ഷയില്ല. ചുറ്റിനും ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഫുള്ള് എല്ലാവരും വെള്ളത്തിലാണ്. വെള്ളത്തിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. നമ്മളിനി നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ പോകാട്ടോ. ഒടുക്കത്തെ വെയിൽ, അപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ഓട്ടോ ഉണ്ട് കേട്ടോ അവിടെ കിടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊരു ഓട്ടോ. ഇവിടെ പിന്നെ ഫുൾ ഓഫാണ്. ഇന്ന് വലിയ തിരക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നല്ല അത്യാവശ്യം ക്രൗഡായിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ കാര്യമായിട്ട് ജെയിൻറ്റ് വീലാണ് ഇങ്ങോട്ട് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ജെയിൻറ്റ് വീൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബീച്ച് സെറ്റപ്പ് ആട്ടോ. അങ്ങേ ഭാഗത്ത് ബീച്ചിൻ്റെ ഒക്കെ സെറ്റപ്പും അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അവിടെ വണ്ടി പാർക്കിങ്ങിന് ഇട്ട് വന്നതാണ്. അപ്പം ടൈമുണ്ട്. അപ്പോൾ ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ നൈസായിട്ട് പോവാണ് ഗയ്സ്. ഈ ഷോപ്പുകൾക്കൊക്കെ ഉള്ള സാധനം കൊണ്ടുവന്ന വണ്ടികളാട്ടോ ഈ കാണുന്നത്. പിന്നെ ആ ഒരു സ്ഥലം സെറ്റാട്ടോ, നല്ല കളർഫുള്ളാക്കിയിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ. ഇവിടുത്തെ വണ്ടി പോണ റോഡാ ഗയ്സ്. നമ്മൾ നൈസായിട്ട് ആ റോഡ് തിരിച്ച് ഫ്രണ്ട്സ് കാണുന്നത് ചെറിയ കുട്ടികളുടെ പ്ലേ സ്കൂളാണ്. ഒരു ചെറിയ കുട്ടി ഇതാ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഒരു 2 മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഫുള്ള് ഡള്ളായി സീനായി. അത്രക്കും വെയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഏരിയയിൽ പോയി കണ്ടിട്ടുണ്ട്, നൈസ് വൈബാണ്. പക്ഷേ നമ്മൾ വന്ന ടൈം സെറ്റല്ല, ഒടുക്കത്തെ വെയിൽ മീൻസ് ഒടുക്കത്തെ വെയിലാണ്. അങ്ങനെ വിങ്ങിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഫുള്ള് വേർത്ത് ഫുള്ള് വെള്ളമാവുകയാണ്. നമുക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ നേരെ കാറിലേക്ക് പോവുകയാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഒരു പാർക്കിങ്ങിനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നേരെ കാറ് പോയിട്ട് AC ഇട്ട് ഒന്ന് കൂളാക്കിയാലേ ഇപ്പോൾ വൈബാവുള്ളൂ ഗുയ്സ്. അപ്പോൾ നേരെ കാറിലേക്ക് പോകും. നമ്മളിത് എങ്ങനെ നടന്ന് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ തണലുണ്ട്, അപ്പോൾ തണൽ നോക്കി നോക്കി പോയിക്കൊണ്ട് കേട്ടോ ഗുയ്സ്. ഈ ഒരു ഏരിയയിൽ രാത്രി നല്ല വൈബായിരിക്കും, കാരണം ഇവിടെ ഫുള്ള് ലൈറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ആയി വരുമ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് നൈസ് വൈബായിരിക്കും. ഇനി ഇതൊക്കെ ഗുയ്സ് 18-ാം പടി ഇതങ്ങനെ ഇറങ്ങി നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ തേക്ക് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒന്ന് കൂളാവട്ടെ, ചൂടെടുത്തിട്ട് നമ്മൾ വേറൊരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ബോട്ടാട്ടോ, കിടിലൻ ലൊക്കേഷൻ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം നമുക്ക് ലൊക്കേഷനുകളൊന്നും കറക്റ്റ് പേരുകളൊന്നും അറിയില്ല, ഏരിയാസും ഒന്നും അറിയില്ല. ജസ്റ്റ് വരിക, എല്ലാം ഇങ്ങനെ നോക്കുക, വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക, അതാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഫസ്റ്റ് ഡേ ഇൻ ദുബായ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഓൺ ദി വേയിൽ ഇതാ നാട്ടിൽ നിന്ന് ഉമ്മ ഫോൺ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിടക്കിടക്ക് നമ്മളെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ദുബായിലെ കിഡിലും കാഴ്ചകളും കണ്ട് നമ്മളിതാ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂൾസൊക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ, നമ്മുടെ നാട്ടിലുള്ള പോലെ നല്ല സ്ട്രിക്റ്റ് റൂൾസാണ് ഇവിടുത്തെ വണ്ടീൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ. അങ്ങനത്തെ നമ്മളെല്ലാം കണ്ടിതാ മുന്നോട്ട് ഇങ്ങനെ പറപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എല്ലാ ഫുഡും കിട്ടുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം മറ്റന്നാൾ പോയിട്ട് നമുക്ക് ഐസ്ക്രീം ആയിക്കട്ടോ, സെറ്റ് ഐസ്ക്രീം. പക്ഷെ നല്ല ക്ഷീണിച്ചൊക്കെ മുഖമൊക്കെ കണ്ടില്ല, ആകെ ക്ഷീണിച്ച് ഫുൾ ഡള്ളായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇറങ്ങിയത്, അതാ പാളിപ്പോയത്. നാളെ നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് നമുക്ക് എക്സ്പ്ലോറിങ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ഐസ്ക്രീം നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, മക്കളോട് നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടാ, നല്ല ചൂടാണ്. അപ്പോൾ ഐസ്ക്രീം കിട്ടുമ്പോൾ സെറ്റ്. നമ്മളിതാ ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ നമ്മളെ വണ്ടി എടുത്ത ഏരിയയിലേക്ക് തന്നെ വന്ന്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ടെസ്ലയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ തൊട്ട പുറകിൽ ടെസ്റ്റ് റെഡിയാണ്. ടെസ്ലയുടെ നമ്മളെ ലേറ്റസ്റ്റ് എഡിഷനായ വണ്ടിയാണ്. ഡീറ്റെയിൽസൊക്കെ വയ്യെ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ വണ്ടി, ടെസ്ലയുടെ ഡബിൾ മോട്ടർ എന്ന് വെച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ ഉള്ളിൽ കയറ്റി പറഞ്ഞുതരാം. പേര് അതിൻ്റെ പേര് പറഞ്ഞോ? വൈ. ഇയറോ? 24. വണ്ടി നമ്മൾ ഈ വണ്ടിയിലാണ് ഇനി കുറച്ച് നേരത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. ലേറ്റസ്റ്റ് എഡിഷനായ വൈ സാധനമാണ്. അപ്പം നമുക്കിതിനകത്ത് കയറാം. നമ്മളെ നാട്ടിൽ കിട്ടാത്ത വണ്ടിയാണ്. അപ്പോൾ നമ്മളെ നദീർക്കാണ് നമ്മളെ വണ്ടിയുടെ ആള്, കാക്കാൻ്റെ ഫ്രണ്ടാണ്. നമ്മളത് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് നേരെ പാം ജുമേരയിലേക്കാണ് പോകുന്നത്. നമ്മളെ അതിൻ്റെ ലീഫ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡെഡ് എൻഡ് ഭാഗത്തേക്ക് പോകണം. അപ്പോൾ അത് അതിൻ്റെ സ്ക്രീനിൽ നമ്മളെ യൂട്യൂബ് വീഡിയോ പ്ലേ ആക്കിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ ഇതിൽ. നമ്മുടെ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം സ്ക്രീനൊക്കെ അടിപൊളിയാണ് വണ്ടീൻ്റെ. വണ്ടി സിമ്പിളാണ്. ഉള്ളിൽ കയറിയപ്പോൾ ഒരു സ്റ്റാരിങ്, ഒരു സ്ക്രീന്, സിമ്പിളാണ്, കാണാൻ മാത്രമൊന്നുമില്ല. പക്ഷേ വണ്ടി പവറും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നല്ല അടിപൊളി ഡ്രൈവ് നമുക്കിതിൽ പോകാൻ വേണ്ടി പറ്റി. അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ അവിടെ സെറ്റാക്കി പ്ലേ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെന്ന് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മളത് ആ വീഡിയോ ഇതിൽ പ്ലേ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഈ സ്ക്രീനിൽ നമ്മളെ യൂട്യൂബ് വീഡിയോ പ്ലേ ആക്കുന്ന ടൈമിൽ. അപ്പോൾ നമ്മളെ ചാനലൊക്കെ നമ്മളവിടെ സബ്സ്ക്രൈബ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അങ്ങനെ നമ്മൾ പാം ജുമൈര ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ടെസ്ലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നദീർ ബ്രോ ആണ് നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. മൂപ്പര വണ്ടിയാണ്. നമ്മളിത് ആ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടീൻ്റെ പ്രത്യേകത മോൾ ഭാഗം ഫുൾ റൂഫാണ്. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഫുള്ള് റൂഫാണ്, ഗ്ലാസ്സാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും നല്ല ലൊക്കേഷനുകളൊക്കെ കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു പാം ജുമൈര ആ ഒരു ഭാഗത്തേക്ക്, ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോയ്സ്. അപ്പോൾ അതിൻ്റെ സ്ക്രീനിൽ നമുക്ക് കറക്റ്റ് പാം ജുമേരൻ്റെ സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പോകുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ലൈവ് ലൊക്കേഷനായിട്ട് നമുക്ക് ഈ ഒരു ടെസ്ലൻ്റെ വണ്ടീൻ്റെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. കറക്റ്റ് അപ് ടു ഡേറ്റ് ആയ ഒരു സ്ക്രീനാണ്. അങ്ങനെ അടുത്ത ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ കയറിയിരിക്കുകയാണ്. പ്രത്യേകത ഇതിൻ്റെ മുകളിൽ കൂടി നമുക്ക് വെള്ളം പോകുന്നുണ്ട്, അതാണ് ഈ ടണലിൻ്റെ പ്രത്യേകത.
അങ്ങനെ നമ്മൾ ഏകദേശം ആ ഒരു അതിൻ്റെ ഏറ്റവും അവസാന ഒരു ബീച്ച് ഏരിയ വരുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് പോകണം എന്നാണ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇതാ നമ്മൾ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങ് ദൂരെ കാണുന്നതാണ് അറ്റ്ലാന്റിസ്, നമ്മുടെ ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടൽ കം റിസോർട്ടാണ്. അപ്പം ഇതൊരു 2008 സ്റ്റാർട്ടപ്പ് ചെയ്ത സംഭവമാണ്. ഒരു അറബിക് തീമിലുള്ള ഒരു സംഭവമാണ്, ആർക്കും അറിയാത്തതായിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടുണ്ട് ഈ ഒരു യാത്രയിൽ. അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു ടണലിൽ പോവുകയാണ്. ടണലിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിൽ കൂടി വെള്ളം പോകുന്നുണ്ട്, കടൽ വെള്ളം മുകളിൽ കൂടി പോകുന്നുണ്ട്. അതായത് ലൊക്കേഷനിൽ നമുക്ക് മാപ്പിൽ കറക്റ്റ് കാണാം കേട്ടോ ആ ഒരു നമ്മൾ പോകുന്നൊരു ഏരിയ. അങ്ങനെ അത് ആ ഒരു ടണൽ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം നമ്മൾ ഈവനിങ് ടൈം ആയിട്ടുണ്ട്, കറക്റ്റ് സൺസെറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് ബീച്ച് സൈഡിൽ നമുക്ക് സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഭാഗത്തേക്ക് ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട്. പാം ജൂമേരയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകിൽ നമ്മൾ കാർ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കാറിനകത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാം ജൂമേര ഏകദേശം ഫുള്ള് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡെഡ് എൻഡ് ആയ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ബീച്ച് സൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ബോട്ട് പോകുന്നത് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ നൈസ് സ്ഥലമാണ്, നമുക്ക് സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ പാം ജൂമേറിൻ്റെ ഒരു ഡെഡ് എൻഡ് ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മളെ വണ്ടി ഇതാട്ടോ. ഇന്നത്തെ ഒരു ഡേ നല്ല രീതിക്ക് തന്നെ എൻജോയ് ആയി. ഇപ്പോൾ ഈ ഒരു പാം ജൂമേര ഏരിയയിൽ വന്ന് അപ്പോൾ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഇത് കാണാൻ നല്ലാണ്ട് മാപ്പിൽ സൂം ചെയ്ത് ഇങ്ങനെ നോക്കും, പക്ഷെ സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നാണ് യഥാർത്ഥം നമ്മൾ എന്താണെന്ന് കണ്ടിട്ടുള്ളത്. സെറ്റാണ്, നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇവിടെ വന്നിട്ട് എൻജോയ് ആക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ഇതാ ബോട്ടായിട്ടുള്ള തകൃതമായ പരിപാടികളുണ്ട് കേട്ടോ. നല്ല നൈസാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്, ആർക്കും അറിയാത്ത ലൊക്കേഷനൊന്നുമല്ല, കിഡിലൻ വൈബാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാം ജൂമേരയിൽ നമുക്ക് ഇനി നേരെ വന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ബോട്ടുകൾ പോകുന്നതിൻ്റെ ലൈവ് ലൊക്കേഷനൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഒരു കിഡിലൻ സംഭവം ആ സൈഡിൽ കണ്ടേ. അങ്ങനെ പിന്നെ നമ്മൾ ആ ടണലിലേക്ക് കയറി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ മോഡൽ ഫെറാറി ഇങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയയിൽ കളിക്കുന്നുണ്ട്. പഴയ ബേസ് മോഡലിൽ വരുന്ന ഒരു ഫെറാറിയാണ്. ഒരുപാട് ലക്ഷറീസ് ആയിട്ടുള്ള വണ്ടികൾ നമുക്ക് ഈ ഒരു റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മൾ നമ്പർ നോക്കിയിട്ടാണ് ആ ഒരു വണ്ടി വിലയിരുത്തുന്നത്. ഒരക്കം രണ്ടക്കം ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു വണ്ടി നമ്മൾ നോക്കുന്നത്. ടെസ്റ്റിൽ പോയി ഇനി നമുക്ക് നമ്മളെ കറുത്ത വണ്ടി കറുത്ത വണ്ടി തിരിച്ചു പോകുന്ന ടൈമിൽ ഇതാ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട ഗ്ലോബൽ വില്ലേജൊക്കെ ഇതാ ഈ ഒരു ഏരിയ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ലിമിറ്റഡ് ടൈമാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാക്സിമം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഈ ഒരു ഡ്രൈവ് അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. നമ്മളിതാ നമ്മളെ റൂമിൻ്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ റൂമിലേക്കുള്ള ഫുഡും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പോകാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് ദുബായ് കുറച്ച് അങ്ങനെ പ്ലേസസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത്, പിന്നെ നല്ല ചൂടായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ടയേർഡായി, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തെ ഡേ ആയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ബൈ.